കാരണം സർവത്തിനും പതിയായിരിക്കുന്നത് ഭഗവാനാണ്. ഭർത്താവ് വേറെയാണ്, പതി വേറെയാണ്, രണ്ട് വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് ആ പരമാത്മസ്വരൂപനായിരിക്കണ ഭഗവാൻ എനിക്ക് പതിയായി തന്നെ എന്ന് നിലനിൽക്കണം എന്ന പ്രാർത്ഥനയോടെ വേണം ഈ കല്യാണത്തിൽ പങ്കാളികളാവാൻ. സർവ്വ ജീവജാലങ്ങൾക്കും അധിപതിയായിരിക്കുന്ന ഭഗവാന് തന്റെ ശക്തിയായിരിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയായിരിക്കുന്ന രുക്മിണി തന്നോട് ചേർത്ത് നിർത്തുക. അപ്പോ തന്നോട് ചേർത്ത് നിർത്തുമ്പോൾ ഭഗവാൻ അവിടെ പരിപൂർണ ശക്തിവത്തായിട്ട് മാറുന്നു. ശക്തി ഇല്ലെങ്കിൽ ശിവൻ നിഷ്ക്രിയനായി മാറുന്നു. ഒരു ശക്തിയും കൂടെ ചേരുമ്പോഴാണ് ഒരു പുരുഷൻ പൂർണ്ണനാവുന്നത്, അതിനാ വിവാഹം കഴിക്കുന്നത്. തൻ്റെ ആ ഒരു അപൂർണതയെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതാണ് വിവാഹം. നമുക്കിപ്പോൾ അതെല്ലാം ഒരു ചടങ്ങായി മാറിയെന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് ആ ഭഗവാന് തൻ്റെ ശക്തിയെ തന്നോട് ചേർത്ത് നിർത്തി കഴിയുമ്പോൾ പ്രകൃതിയും പുരുഷനും ഒന്നായി ചേർന്നതുകൊണ്ട് സൃഷ്ടി, സ്ഥിതി, സംഹാരാദി കർമ്മങ്ങൾക്ക് ശക്തവത്തായിട്ട് മാറും. ഇവിടെ രുക്മിണി ലക്ഷ്മി തന്നെയാണ് രുക്മിണിയായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ നാരായണൻ ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് മാറിയപ്പോൾ ആ രുക്മിണിയുടെ അല്ലെങ്കിൽ ലക്ഷ്മിയുടെ ഭാവമായിരിക്കുന്ന രുക്മിണിയെ തന്നിലേക്ക് ചേർക്കുക ചെയ്യും. ഇപ്പം നമ്മൾ ഭൗതികമായിട്ട് ആചരിക്കണമുണ്ട്. ഒരു ഭൗതികമായിരിക്കുന്ന കല്യാണമൊക്കെ നടക്കണ ഏത് വിധത്തിലാണോ ആ ഒരു തരത്തിലാണ് ഇപ്പം നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ഇങ്ങനെ ഒരു വിശേഷപ്പെട്ട ഒരു രീതിയിൽ നമ്മളിത് കൊണ്ടുവന്നത് എന്താ വെച്ചാൽ